എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കൊച്ചു കഥയിലൂടെ ഏറ്റവും ഈസിയായി മനസ്സിൽ പതിയുന്ന വിധം ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തുടങ്ങാം. ഇന്നത്തെ കഥയുടെ പേര് ദ ബോയ് ആൻഡ് ദ റെയിൻബോ. ദ ബോയ്, ആൺകുട്ടി. ആൻഡ്, ആൺകുട്ടിയും. ദ റെയിൻബോ, മഴവില്ല്. ആൺകുട്ടിയും മഴവില്ലും. After a heavy rain, a young boy named Rahul saw a beautiful rainbow across the sky. After, ശേഷം, ഒരു ഹെവി റെയിൻ, നല്ല മഴ. ഒരു യങ് ബോയ്, ആൺകുട്ടി. നെയ്മഡ്, പേരുള്ള. രാഹുൽ എന്ന പേരുള്ള. സോ, കണ്ടു. സീ, കാണുക. പാസ്റ്റ് ഫോം ഓഫ് സീ, സോ, കണ്ടു. ഒരു ബ്യൂട്ടിഫുൾ, മനോഹരമായ റെയിൻബോ, മഴവില്ല്. എക്രോസ് ദ സ്കൈ, എക്രോസ്, കുറുകെ. ദ സ്കൈ, ആകാശം. കനത്ത മഴയ്ക്ക് ശേഷം രാഹുൽ എന്ന ഒരു ചെറിയ ബാലൻ, ആൺകുട്ടി, ആകാശത്ത് മനോഹരമായൊരു മഴവില്ല് കണ്ടു. He ran outside, hoping to reach its end. He, അവൻ. ran, ഓടി. run, ഓടുക. പാസ്റ്റ് ഫോം ഓഫ് റൺ, ran, ഓടി. ഔട്ട്സൈഡ്, പുറത്തേക്ക്. ഹോപ്പിംഗ്, പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ കരുതിക്കൊണ്ട്. ടു റീച്ച്, റീച്ച്, എത്തിച്ചേരുക. ടു റീച്ച്, എത്തിച്ചേരാൻ. ഇറ്റ്സ് എൻഡ്, ഇറ്റ്സ്, അതിൻ്റെ എൻഡ്, അറ്റം. മഴവില്ലിന്റെ അറ്റം കണ്ടെത്താമെന്ന പ്രതീക്ഷയിൽ അവൻ ഓടിപ്പുറപ്പെട്ടു. On his way, he helped an old man carry a basket, shared his umbrella with a stranger, and rescued a small puppy from a puddle. On his way, വഴിയിൽ, അവൻ്റെ വഴിയിൽ, പോകുന്ന വഴിക്ക്. he, അവൻ. helped, സഹായിച്ചു. help, സഹായിക്കുക. helped, സഹായിച്ചു. an old man, പ്രായമായ ആൾ, ഓൾഡ് മാൻ. ക്യാരി എ ബാസ്ക്കറ്റ്, ക്യാരി, എടുക്കുക, ചുമക്കുക, കൊണ്ടുപോകുക, വഹിക്കുക. എ ബാസ്ക്കറ്റ്, ഒരു ബാസ്ക്കറ്റ്. ഷെയർഡ് ഹിസ് അംബ്രല്ല വിത്ത് എ സ്ട്രേഞ്ചർ. ഷെയർഡ്, കൊടുത്തു.
അല്ലെങ്കിൽ അംബ്രല്ല ചൂടാൻ കൊടുത്തു. ഷെയർഡ് ഹീസ് അവന്റെ അംബ്രല്ല കുട വിത്ത് എ സ്ട്രേഞ്ചർ അപരിചിതൻ ഒരു സ്ട്രേഞ്ചറുമായി അവൻ അവന്റെ കുട ഷെയർ ചെയ്തു. ആൻഡ് കൂടാതെ റെസ്ക്യൂഡ് രക്ഷിച്ചു. രക്ഷിക്കുക. റെസ്ക്യൂഡ് രക്ഷിച്ചു. എ സ്മോൾ ഒരു ചെറിയ പപ്പി നായ്ക്കുട്ടി. ഫ്രം എ പടിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന. ഫ്രം എ പടിൽ ചെളിവെള്ളത്തിൽ നിന്ന്. അതായത് വഴിമധ്യേ രാഹുൽ ഒരു വയോധികനെ കൊട്ട ചുമക്കാൻ സഹായിച്ചു. വേറൊരു അപരിചിതനുമായി തൻ്റെ കുട പങ്കുവച്ചു. കൂടാതെ ചെളിവെള്ളത്തിൽ കുടുങ്ങിയ ഒരു കുഞ്ഞു നായയെ രക്ഷിക്കുകയും ചെയ്തു. By the time he reached the hill, the rainbow had disappeared. By the time അപ്പോഴേക്കും he reached എത്തിച്ചേർന്നു. The hill കുന്നിൽ. The rainbow മഴവില്ല്. had ഉണ്ടായിരുന്നു. disappeared അപ്രത്യക്ഷമാകുക. disappeared അപ്രത്യക്ഷമായി. അതായത് അവസാനം അവൻ കുന്നിൻ മുകളിൽ എത്തിയപ്പോൾ മഴവില്ല് അപ്രത്യക്ഷമായിരുന്നു. By the time he reached the hill, കുന്നിൻ മുകളിൽ എത്തിയപ്പോഴേക്കും മഴവില്ല് അപ്രത്യക്ഷമായിരുന്നു. രാഹുൽ felt disappointed, but his grandfather smiled and said, "The real treasure was not at the end of the rainbow." രാഹുൽ രാഹുലിന് തോന്നി. ഫീൽ തോന്നുക. തോന്നി. ഡിസപ്പോയിന്റഡ് നിരാശ. രാഹുൽ നിരാശപ്പെട്ടു, അല്ലെങ്കിൽ രാഹുലിന് നിരാശ തോന്നി. അവന് ഡിസപ്പോയിന്റിങ് ഫീൽ ചെയ്തു. ബട്ട് പക്ഷേ ഹിസ് അവന്റെ ഗ്രാൻഡ് ഫാദർ മുത്തച്ഛൻ സ്മൈൽഡ് ആൻഡ് സെഡ് പുഞ്ചിരിച്ചു. ആൻഡ് എന്നിട്ട് സെഡ് പറഞ്ഞു. ദ റിയൽ ട്രഷർ യഥാർത്ഥമായ ട്രഷർ നിധി was not at the end of the rainbow. ആയിരുന്നില്ല. at the end അവസാനം. of the rain മഴവില്ലിന്റെ. അതുകൊണ്ട് രാഹുലിന് നിരാശ തോന്നി. അപ്പോൾ
അവൻ്റെ മുത്തച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഴവില്ലിൻ്റെ അറ്റത്തല്ല യഥാർത്ഥ നിധി ഉണ്ടായിരുന്നത്. It was the kindness you showed along the way. Rahul returned home with a joyful heart. It was അത് ആയിരുന്നു. അത് was ആയിരുന്നു. The kindness ദയ. You showed നീ showed കാണിച്ച. along the way വഴിയിൽ. along the way വഴിയിൽ. അതായത് മഴവില്ലിൻ്റെ അറ്റത്തല്ല യഥാർത്ഥ നിധി ഉണ്ടായിരുന്നത്, നീ യാത്രക്കിടയിൽ മറ്റുള്ളവരോട് കാണിച്ച കരുണയും സഹായ മനോഭാവവുമാണ് യഥാർത്ഥ നിധി എന്ന് രാഹുലിന്റെ മുത്തച്ഛൻ അവനോട് പറഞ്ഞു. രാഹുൽ റിട്ടേൺഡ് തിരിച്ചുപോയി. റിട്ടേൺഡ് ഹോം വീട്ടിലേക്ക്. വിത്ത് എ ജോയ്ഫുൾ ഹാർട്ട് നിറഞ്ഞ മനസ്സോടെ അല്ലെങ്കിൽ സന്തോഷമുള്ള ഹൃദയത്തോടെ. ജോയ്ഫുൾ സന്തോഷമുള്ള ഹാർട്ട് ഹൃദയത്തോടെ രാഹുൽ വീട്ടിലേക്ക് തിരിച്ചുപോയി. മോറൽ, ഈ കഥയുടെ ഗുണപാഠം, ദ ഗ്രേറ്റസ്റ്റ് ട്രഷേഴ്സ് ആർ ദ ഗുഡ് ഡീഡ്സ് വി ഡു ഫോർ അതേഴ്സ്. ദ ഗ്രേറ്റസ്റ്റ് മഹത്തരമായ ട്രഷേഴ്സ് നിധി ആർ the good deeds. Good deeds means നല്ല പ്രവൃത്തികൾ. ഡീഡ്സ് പ്രവൃത്തികൾ. We do നമ്മൾ ചെയ്യുന്ന. For others മറ്റുള്ളവർക്ക് വേണ്ടി. Others means മറ്റുള്ളവർ. For others മറ്റുള്ളവർക്ക് വേണ്ടി. നാം മറ്റുള്ളവർക്കായി ചെയ്യുന്ന നല്ല പ്രവൃത്തികളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി. ഇതാണ് ഈ കഥയുടെ ഗുണപാഠം. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഈ കഥയിലൂടെ കുറച്ചധികം വാക്കുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കയറിക്കൂടിയിട്ടുണ്ടാവും. അത് നിങ്ങളുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള കുറച്ച് സെൻറ്റൻസുകളിലേക്ക് ഈ വാക്കുകൾ ഉപയോഗിച്ച് ഇത് ഇന്ന് തന്നെ നിങ്ങളുടെ സ്വന്തമാക്കി മാറ്റുക. ഇതുപോലെ ഇംഗ്ലീഷ് നിങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ വേഗം തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഒരു സംശയവുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.